പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ചെന്നൈ അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തു. രണ്ടുപേർ ഉപദ്രവിച്ചെന്ന പെൺകുട്ടിയുടെ മൊഴി. രാത്രി ക്യാമ്പസിൽ ആൺ സുഹൃത്തിനൊപ്പം ഇരുന്ന് സംസാരിക്കുമ്പോഴായിരുന്നു അതിക്രമം. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, എപ്പോഴായിരുന്നു സംഭവം? പെൺകുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഈ പ്രതികളെ പിടികൂടാനായോ? തുടരുകയാണ് എന്നൊരു പ്രാഥമികമായ വിവരം മാത്രമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. 2 വനിതാ പോലീസുകാരടങ്ങുന്ന ഒരു സംഘം പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താനായി ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പെൺകുട്ടി ആദ്യം നൽകിയ അല്ലെങ്കിൽ പ്രാഥമികമായി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി പള്ളിയിൽ സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരവെ ക്യാമ്പസിനുള്ളിൽ വെച്ച് ചെന്നൈ അണ്ണാ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അണ്ണാ സർവകലാശാല ക്യാമ്പസിനുള്ളിൽ വെച്ചാണ് ഈ ഒരു ബലാത്സംഗം നടന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രസക്തമായ അല്ലെങ്കിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. രാത്രി പാതിരാ കുർബാനയോ അതുപോലുള്ള ക്രിസ്മസുമായി ബന്ധപ്പെട്ട പള്ളിയിലെ സന്ദർശനം കഴിഞ്ഞ് സുഹൃത്തിനോടൊപ്പം മടങ്ങി വരവെയാണ് 2ാം വർഷ വിദ്യാർത്ഥിനിയായ കന്യാകുമാരി സ്വദേശിനിയായ വിദ്യാർത്ഥിനി ബലാത്സംഗത്തിന് ഇരയായത്. ക്യാമ്പസിനുള്ളിലെ ഒരിടത്ത് വെച്ച് 2 പേർ ആക്രമിക്കാൻ എത്തുകയും അവർ ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം പെൺകുട്ടിയെ സമീപത്തുള്ള ഒരു കുറ്റിക്കാടിനുള്ളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി ഉപദ്രവിക്കുകയുമായിരുന്നു എന്നാണ് പെൺകുട്ടിയുടെ മൊഴി. ഇവർ മുഖംമൂടിയോ അതുപോലുള്ള മറ്റെന്തോ ധരിച്ചിരുന്നതിനാൽ തന്നെ ആരാണ് ഉപദ്രവിച്ചവർ എന്നത് പെൺകുട്ടിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഉപദ്രവിച്ചവർ ക്യാമ്പസിനുള്ളിൽ തന്നെ ഉള്ളവരാണോ, ക്യാമ്പസിനുള്ളിൽ തന്നെ ജോലി ചെയ്യുന്നവരോ മറ്റ് ജീവനക്കാരോ അതോ ക്യാമ്പസിലെ തന്നെ വിദ്യാർത്ഥികളാണോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. അതിനായി പോലീസ് കൃത്യമായ ഒരു അന്വേഷണം നടത്തി വരുന്നുണ്ട്. 2 പ്രത്യേക അന്വേഷണ സംഘങ്ങളെ രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ വിദ്യാർത്ഥിനി കഴിഞ്ഞ ദിവസം രാത്രി ഈ ആക്രമണത്തിന് ഇരയായി രാവിലെയാണ് പരാതി നൽകിയത് എന്നാണ് പറയുന്നത്. അതിനിടെ 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കസ്റ്റഡിയിലെടുത്ത 2 പേർ ആരെല്ലാമാണ്, അവർ തന്നെയാണോ പ്രതികൾ എന്നുള്ള കാര്യത്തിൽ പോലീസ് ഒരു സ്ഥിരീകരണം ഉറപ്പ് തന്നിട്ടില്ല. നിലവിൽ ക്യാമ്പസിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ളവ പരിശോധിച്ചു വരികയാണ്. ഈ പറഞ്ഞ പള്ളിയിൽ നിന്നും ക്യാമ്പസിനുള്ളിലേക്ക് കയറുന്ന ക്യാമ്പസിന്റെ പ്രവേശന കവാടത്തിലുള്ള CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ ക്യാമ്പസിനുള്ളിലേക്ക് ഇവർ നടന്നു വന്നു എന്ന് പറയുന്ന വഴിയിലെയും മറ്റ് എല്ലാ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ. ഈ CCTV ദൃശ്യങ്ങൾ ലഭിച്ചാൽ മാത്രമാണ് അക്രമികൾ ആരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അക്രമികൾ വിദ്യാർത്ഥികൾ തന്നെ ആയിരിക്കാനുള്ള സാധ്യത എന്തായാലും പോലീസ് ഇതുവരെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഈ പെൺകുട്ടിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒപ്പമുണ്ടായിരുന്ന 4ാം വർഷ വിദ്യാർത്ഥിയായ മറ്റൊരു സുഹൃത്തിനൊപ്പമാണ് പെൺകുട്ടി രാത്രി പള്ളിയിലേക്ക് പോയിരുന്നത്. ഈ മർദ്ദനത്തിനിരയായ സുഹൃത്തും ആശുപത്രിയിൽ തന്നെയാണ്. ഈ സുഹൃത്തിന്റെ മൊഴി കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. നിലവിൽ ഒപ്പമുണ്ടായി മർദ്ദനത്തിനിരയായ ആശുപത്രിയിൽ കഴിയുന്ന സുഹൃത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ആ സുഹൃത്തിന്റെ മൊഴി കൂടി രേഖപ്പെടുത്തും എന്നാണ് പോലീസ് പറയുന്നത്. ഈ പ്രത്യേക അന്വേഷണ സംഘം അല്ലെങ്കിൽ 2 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത്. 2 സംഘങ്ങളെ രൂപീകരിച്ചിട്ടുണ്ട്. അതിലൊരു സംഘം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ വിദ്യാർത്ഥിയുടെ സുഹൃത്തിന്റെ മൊഴി കൂടി രേഖപ്പെടുത്തും. ഒരുപക്ഷെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിന് ഈ ഉപദ്രവിച്ച ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞേക്കും എന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ അവരുടെ ഒരു രേഖാചിത്രം അടക്കം തയ്യാറാക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു വിവരണം ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിൽ നിന്ന് ലഭിക്കും എന്നാണ് കരുതുന്നത്. ഈ ഒരു പെൺകുട്ടി കൂടുതൽ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ല. അതുകൊണ്ട് തന്നെ പ്രാഥമികമായ ഒരു മൊഴി എടുക്കുക എന്നതിലപ്പുറത്തേക്ക് പോലീസിന് കൂടുതൽ വിവരങ്ങൾ പെൺകുട്ടിയിൽ നിന്ന് ശേഖരിക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇന്ന് ഒരിക്കൽ കൂടി പെൺകുട്ടിയിൽ നിന്ന് മൊഴി എടുക്കാനുള്ള ശ്രമം പോലീസ് നടത്തും. നിലവിൽ 2 ആളുകളെ കോട്ടപ്പൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. എങ്കിൽ പോലും ഈ 2 പേരെ എന്തിനാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്, സംശയത്തിന്റെ പേരിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണോ, ഇവരെ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണോ, അതോ ഇവരെ സ്ഥിരീകരിച്ചോ മുതലായ കാര്യങ്ങളിലെല്ലാം കൂടുതൽ വ്യക്തത വരാനുണ്ട്. എന്തായാലും തമിഴ്നാടിന്റെ തന്നെ ഹൃദയഭാഗത്തുള്ള, ചെന്നൈയുടെ ഹൃദയഭാഗത്തുള്ള, അതും അണ്ണാ യൂണിവേഴ്സിറ്റി പോലുള്ള ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സർവകലാശാല ക്യാമ്പസിനുള്ളിൽ വെച്ച് നടന്ന ഈ ഒരു സംഭവം വളരെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. BJPയും അതുപോലെ തന്നെ ADMKയും അടക്കമുള്ള ഗവൺമെന്റിനെതിരെയുള്ള ഒരു ആയുധമായി നിലവിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അണ്ണാമലയും അതുപോലെ തന്നെ
എടപ്പാൾ പളനിസ്വാമിയും അടക്കമുള്ളവർ ട്വിറ്റർ അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രതികരണങ്ങളും വിമർശനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. DMK സർക്കാരിന്റെ കഴിവുകേടാണ് ഇതെന്നും സ്ത്രീ സുരക്ഷയിലും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഏർപ്പെടുത്തുന്നതിലുള്ള അലംഭാവമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നതടക്കമുള്ള രീതിയിൽ DMK സർക്കാരിനെ ആക്രമിക്കാനും പ്രതിരോധം തീർക്കാനുമുള്ള ഒരു ആയുധമായി ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഈ ഒരു സംഭവത്തെ ഉപയോഗിക്കുന്നുണ്ട്. അതും ക്രിസ്മസ് ദിനത്തിൽ സംഭവിച്ച അല്ലെങ്കിൽ ക്രിസ്മസ് തലേന്ന് സംഭവിച്ച ഈ ഒരു സംഭവത്തെ അത്തരത്തിൽ കൂടി പ്രതിപക്ഷം ഇപ്പോൾ ആയുധമാക്കിയിട്ടുണ്ട്. എന്തായാലും വിദ്യാർത്ഥികളുടെ പക്ഷത്ത് വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് നിന്നടക്കം വലിയ പ്രതിഷേധമാണ് ക്യാമ്പസിൽ അല്ലെങ്കിൽ സർവകലാശാല ക്യാമ്പസിനുള്ളിൽ ഇന്ന് കണ്ടുവന്നത്. നിലവിൽ ഇപ്പോൾ ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളിൽ നിന്നും ഐഡന്റിറ്റി കാർഡ് പരിശോധിച്ച ശേഷം മാത്രമാണ് വിദ്യാർത്ഥികളെ ക്യാമ്പസിനുള്ളിലേക്ക് കടത്തിവിടുന്നത്. വിദ്യാർത്ഥികളല്ലാത്ത ആരെയും ക്യാമ്പസിനുള്ളിലേക്ക് കടത്തിവിടുന്നില്ല. ക്യാമ്പസിനുള്ളിൽ കർശന പരിശോധന ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ വിദ്യാർത്ഥിയെയും പരിശോധിച്ച ശേഷം മാത്രമാണ് ക്യാമ്പസിനുള്ളിലേക്ക് കടക്കാൻ അനുവദിക്കുന്നുള്ളൂ. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം മൊഴി എടുക്കുന്നതിലൂടെ സുഹൃത്തിന്റെ മൊഴി എടുക്കാൻ കഴിയുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൃന്ദ. ശരി, അതുല്യാണ് വിവരങ്ങൾ പങ്കുവച്ചത്.